എക്സാം ആയല്ലേ, നമുക്കിനി ടൈം ഒട്ടും കളയാനില്ല. 10 മിനിറ്റിനുള്ളിൽ ഹ്യൂമൻ ബോഡി എ വണ്ടർ എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചിരിക്കും. ഇതിൽ നിന്നും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? ബ്ലഡ് വെസൽസ് ആൻഡ് ഹാർട്ട്. സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ഓൾ പാർട്ട് ഓഫ് ദ ബോഡി. അല്ലേ, ഹാർട്ടിൽ നിന്നും ന്യൂട്രിയൻസും ഓക്സിജനും റിച്ചായ ബ്ലഡിനെ എന്ത് ചെയ്യും? ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കും. ആര് മുഖേനയാ? ആർട്ടറി മുഖേന. അല്ലെ, ആർട്ടറി എന്ന രക്തക്കുഴലിലൂടെയാണ് ഇത് ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഹാർട്ടിൽ നിന്നൊരു വസ്തു വാങ്ങി, അപ്പൊ ഹാർട്ടിലേക്ക് നമുക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? വെയിൻ വഴി അല്ലെ ഹാർട്ടിലേക്ക് തിരിച്ചു കൊടുക്കും. എന്താ കൊടുക്ക? കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ഫ്രം ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി ടു ദ ഹാർട്ട്. അല്ലെ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള രക്തത്തെയാണ് വെയിൻ വഴി എങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നത്? ഹാർട്ടിലേക്ക് കൊടുക്കുന്നത്. ഇതാരാ ചെയ്യുന്നേ? നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ആണ്. സെറ്റായില്ലേ? ഇനി ഫസ്റ്റ് കമ്പോണന്റ് എന്താ പറഞ്ഞ? ബ്ലഡിൽ എന്തൊക്കെയുണ്ട്? പ്ലാസ്മ, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലേറ്റ്, WBC, RBC. ഓക്കെ, പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബോഡി. അല്ലെ, വെള്ളം പോലെയല്ലേ നമ്മുടെ ബ്ലഡ്. അപ്പൊ അതിലെ ലിക്വിഡ് പാർട്ടാണ് എന്ത്? പ്ലാസ്മ. പ്ലാസ്മയുടെ കളർ എന്താണ്? പെയിൽ യെല്ലോ ഇൻ കളർ. അല്ലെ, പിന്നെ ഇതെന്താ? പ്ലാസ്മ ക്യാരിങ് ഗ്ലൂക്കോസ് ടു ദ സെൽ. WBCനെ പറയാണെന്ന് വൈറ്റ് ബ്ലഡ് സെൽസ്. അല്ലെ, WBCയിൽ ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിന്റെ അടിസ്ഥാനത്തിൽ ഇത് 5ആയി തരംതിരിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പിന്നെ ഗ്രാനുൾസിന്റെ പ്രസൻസ് വെച്ചിട്ടും ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ? ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെയാണ് സഹായിക്കുന്നത്. പിന്നത്തെയാണ് പ്ലേറ്റ്ലേറ്റ്. ചിത്രത്തിൽ കണ്ട കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ആയിട്ട് കാണുന്നില്ലേ? അതാണ് പ്ലേറ്റ്ലേറ്റ്. ഇതെന്തിനെ സഹായിക്കുന്നു? ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. ബ്ലഡ് ക്ലോട്ട് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പ്ലേറ്റ്ലേറ്റ് സഹായിക്കുന്നത്. പിന്നെ അടുത്തത് RBC ആണ്. RBCയുടെ ഷേപ്പ് ഡിസ്ക് ഷേപ്പാണ്. കാരണം എന്താണ്? അതിൽ കൂടുതൽ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ഷേപ്പ്. അതിലെന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. 120 ഡേയ്സ് ആണ്, 120 ദിവസമാണ് അതിന്റെ ലൈഫ് സ്പാൻ ഉള്ളത്. കണ്ടെയ്നിങ് ഹീമോഗ്ലോബിൻ. ഇതിനുള്ളിൽ എന്ത്? ഹീമോഗ്ലോബിൻ ആണ് എന്ത്? ഇതിന് റെഡ് കളർ നൽകുന്നത്. അല്ലെ, ട്രാൻസ്പോർട്ട് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അതിന്റെ ഫംഗ്ഷൻ ആണ് RBCയുടെ. പിന്നെ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ് കളർ ഓഫ് ദ ബ്ലഡ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പിഗ്മെന്റ് കോൾഡ് ഹീമോഗ്ലോബിൻ. അത് ചോദിക്കൂട്ടാ, ഏത് പിഗ്മെന്റ് കൊണ്ടാണ് ബ്ലഡിന് റെഡ് കളർ കിട്ടിയത്? ഹീമോഗ്ലോബിൻ എന്ന പിഗ്മെന്റ് കാരനാണ്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? അയൺ ആൻഡ് പ്രോട്ടീൻ ആർ ദ മെയിൻ കമ്പോണൻസ്. അല്ലെ, അതിന്റെ കമ്പോണൻസ് ആണ് അയണും പ്രോട്ടീനും. അപ്പൊ അത് നമുക്ക് കിട്ടാൻ ഏതൊക്കെ ഫുഡ് കഴിക്കണം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. ഡേറ്റ്സ്, എഗ്, മുരിങ്ങ ലീവ്സ് കണ്ടെയ്നിങ് അയൺ. ഹീമോഗ്ലോബിൻ വളരെ പ്രധാനപ്പെട്ടതാട്ടാ. ഫംഗ്ഷൻ എന്താ? അതിന്റെ പ്ലേ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ക്യാരിങ് ഓക്സിജൻ ഫ്രം ദ ലങ്സ് ടു ദ സെൽ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ സെൽസ് ടു ദ ലങ്സ്. എന്താ? ഓക്സിജൻ ലങ്സിൽ നിന്നും ശരീരത്തിന്റെ സെൽസിലേക്ക്, എല്ലാ കോശങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കാം. പിന്നെ കോശങ്ങളിൽ നിന്ന്, സെൽസിൽ നിന്ന് എന്തെടുക്കുക? കാർബൺ ഡൈ ഓക്സൈഡിന് വാങ്ങിക്കും. ഒരെണ്ണം കൊടുത്താൽ നമ്മൾ തിരിച്ചു വാങ്ങിക്കണം. അല്ലെ, അപ്പൊ ഓക്സിജൻ സെൽസിലേക്ക് കൊടുത്തപ്പോൾ സെല്ലിലുള്ള എന്തിനാ തിരിച്ചു മേടിച്ചു? കാർബൺ ഡൈ ഓക്സൈഡിന് തിരിച്ചു വാങ്ങിച്ചു. എന്നിട്ട് എവിടെ കൊണ്ടു കൊടുത്തു? ലങ്സിന് കൊണ്ടു കൊടുത്തു. കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. പിന്നെ ഈ ഹീമോഗ്ലോബിൻ എവിടെയാ കാണുന്നത്? RBCയിലാണ്. ഹൗ മെനി ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ്? നമ്മൾ ബ്ലഡ് പഠിച്ചു. ഇനി എന്താ? ബ്ലഡ് വെസൽസ് ഉണ്ട്. അല്ലെ, ആർട്ടറി, വെയിൻ, കാപ്പിലറീസ്. എന്താണ് ആർട്ടറി? ആർട്ടറി ആണ് ഹാർട്ടിൽ നിന്നും ഓക്സിജൻ റിച്ച് ആയ ബ്ലഡിനെ എടുത്തിട്ട് എവിടേക്ക് കൊടുക്കുന്നത്? ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി. അല്ലെ, ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി ക്യാരി ചെയ്യുന്നത് ആരാണ്? ആർട്ടറിയാണ്. അപ്പൊ വെയിൻസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയ ബ്ലഡിനെ സെൽസിൽ നിന്ന്, ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡീസിൽ നിന്നും എടുത്തിട്ട് എവിടെ കൊണ്ടു കൊടുക്കും? ഹാർട്ടിലേക്ക് കൊടുക്കും. ദ ക്യാരി കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ഫ്രം ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി ടു ദ ഹാർട്ട്. അല്ലെ, ഹാർട്ടിലേക്ക് കൊണ്ടു കൊടുക്കും. ഇനി കാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ചെറിയ ബ്ലഡ് വെസൽസ് ആണ്. അല്ലെ, അത് കണക്ട് ചെയ്യും. ആരെ? ആർട്ടറിയെയും വെയിൻസിനെയും കണക്ട് ചെയ്യും. കാരണം എന്താ? നമ്മളുടെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്താ? ക്ലോസ്ഡ് ടൈപ്പ് ആണ്. അപ്പൊ ഇത് എവിടെയെങ്കിലും വെച്ച് അല്ലാണ്ട് ഓപ്പൺ ടൈപ്പ് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആർട്ടറിയെയും വെയിനെയും കണക്ട് ചെയ്യുന്ന തിൻ ബ്ലഡ് വെസൽസ് ആണ് ആര്? കാപ്പിലറീസ് എന്ന് പറയുന്നത്.
നോക്കി ആർട്ടറി എങ്ങനെ, ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് പോയി കാപ്പിലറീസിലൊക്കെ ചെന്ന് പിന്നെ വെയിനിലെത്തി വീണ്ടും അതെന്തെയും ഹാർട്ടിലേക്ക് തിരിച്ചെത്തും. കണ്ടോ, അങ്ങനെ ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ആർട്ടറിയിലാണ് എന്ത് ഓക്സിജൻ റിച്ച് ആയ ബ്ലഡ് ഉണ്ടാവുക. വെയിനിൽ എന്തായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും കൂടുതൽ, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള ബ്ലഡ് ആയിരിക്കും ഉണ്ടായിരിക്കും. അടുത്തത് നമ്മുടെ എന്താ, ഹാർട്ട്. ദ ഹാർട്ട് ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം, അല്ലെ ഹാർട്ടാണ് അതിന്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ഇറ്റ് പമ്പ് ബ്ലഡ് ടു ഓൾ പാർട്ട് ഓഫ് ദ ബോഡി. ഹാർട്ടിന്റെ ഫംഗ്ഷൻ എന്താണ്, പമ്പ് ചെയ്യുക, ബ്ലഡ് എല്ലാ ഭാഗത്തേക്കും ബ്ലഡിനെ പമ്പ് ചെയ്യുക. ഹാർട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ തൊറാക്സിക് കാവിറ്റി ബിറ്റ്വീൻ ദ ലങ്സ്, അല്ലെ നമ്മുടെ ഹാർട്ട് ഇരിക്കുന്ന എവിടെയാണെന്ന് എല്ലാവർക്കും അറിയില്ലേ, ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദി റിബ്സ്. പിന്നെ ഈ ഹാർട്ടിന് ഡബിൾ ലെയർഡ് മെംബ്രെയിനായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് പെരികാർഡിയം. ഉറപ്പായും ചോദിക്കുന്നതാണ്. ഹ്യൂമൻ ഹാർട്ട് എത്രയാ, 4 ചേംബർ ആണ്. ഫ്രോഗിന്റെയോ 3 ചേംബർ, ഫിഷിന്റെ 2 ചേംബർ. ഹാർട്ടിന്റെ സൈസ് എത്രയാ, നമ്മുടെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചാൽ കിട്ടുന്നത്, അല്ലെ, ക്ലിഞ്ചഡ് ഫിസ്റ്റ്. അടുത്തത് ഹാർട്ട് ബീറ്റ് ആൻഡ് പൾസ്, അല്ലെ, നമ്മൾ നെഞ്ചത്ത് കൈവച്ച ടപ്പ് 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 എന്ന് വെച്ചേക്കാം, അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ റിസ്റ്റ് കൈത്തണ്ടര അവിടെയൊക്കെ കൈവച്ച് കഴിഞ്ഞാൽ ഒരു എന്തോ ഇങ്ങനെ ഒരു വേവ് പോണത് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഹാർട്ട് ബീറ്റ്, നെഞ്ചത്ത് കൈവച്ച. മറ്റേത് എന്താണ്, പൾസ്. എന്താണത് ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ, റിതമിക് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ഹാർട്ട്, അല്ലെ, ഹാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് ചുരുങ്ങി പിന്നെ എന്ത് ചെയ്യുക, അത് റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ ഹാർട്ട് ബീറ്റ് പൾസ് എന്താണ്, സെയിം ആയിരിക്കും കേട്ടോ. ഒരാളുടെ ഹാർട്ട് ബീറ്റ് എത്രയായിരിക്കും, 72 ടൈംസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റ് 72 പ്രാവശ്യം ഹാർട്ട് ബീറ്റ് ചെയ്യും. ഹാർട്ട് റേറ്റും ഹാർട്ട് ബീറ്റും പൾസും സെയിം ആണ്. നമുക്ക് പൾസ് എവിടെ നിന്നൊക്കെ നോക്കി അറിയാൻ പറ്റും, ദ റിസ്റ്റ്, ബോത്ത് സൈഡ് ഓഫ് ദ ഫോർഹെഡ്, നെക്ക്, ബിഹൈൻഡ് ദ നീ, പിന്നെ കൈമുട്ടിന്റെ ഉൾവശം, ഇൻസൈഡ് ദ എൽബോ. അടുത്തൊരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എന്ത്, നമ്മുടെ സ്റ്റെതസ്കോപ്പ്, അല്ലെ, സ്റ്റെതസ്കോപ്പ് ആരാ കണ്ടുപിടിച്ചേ, റെനെ ലെനക്കാണ്, അല്ലെ. സ്റ്റെതസ്കോപ്പ് എന്തിനാ യൂസ് ചെയ്യുന്നത്, ചെക്ക് ഹാർട്ട് ബീറ്റ്. നമ്മുടെ ഹാർട്ട് ബീറ്റ് ആ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് അറിയാൻ സഹായിക്കുന്നത്. അത് കണ്ടുപിടിച്ചത് ആരാണ്, റെനെ ലെനക്കാണ്. നമ്മുടെ ശരീരത്തിൽ ഹാർട്ട് എന്ന് പറയുന്നത് എന്താ, വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണെന്ന് നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഒരു ഓർഗൻ ആണെന്ന് മനസ്സിലായി. അപ്പോൾ അത് ഹെൽത്തിയായി സൂക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യണം, ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. റെഗുലർ ഇൻടേക്ക് ഓഫ് ഫാറ്റി ഫുഡിന്റെയും, നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പോയി ഫാറ്റി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൽ അത് ഫാറ്റൊക്കെ അടിഞ്ഞുകൂടി അതിന്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും. ലൈഫ് സ്റ്റൈൽ ഡിസീസ്, പിന്നെ നമ്മൾ ഈ ഫാറ്റി ഫുഡ് കഴിക്കുക, മദ്യം കഴിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ജീവിത രീതി ശരിയല്ലെങ്കിൽ അതിൽ നിന്നും അസുഖങ്ങൾ ഒരുപാട് നമ്മുടെ ഹാർട്ടിന് വരികയും അത് ഹാർട്ടിന്റെ എഫക്റ്റ് ചെയ്യും. പിന്നെ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ആൽക്കഹോൾ കഴിക്കുക, സ്മോക്ക് ചെയ്യുക, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, മടിയന്മാരായിട്ട് എക്സസൈസ് ചെയ്യാതിരുന്നാലും എന്ത് സംഭവിക്കും, നമ്മുടെ ഹാർട്ടിന്റെ ആരോഗ്യത്തെ അത് ബാധിക്കും. അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഫസ്റ്റ് എയ്ഡ്. ഒരു കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ, ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ, കൈന്നല്ല ഒരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്. ക്ലീൻ ദ വൂണ്ട് വിത്ത് ഫ്രഷ് വാട്ടർ, അല്ലേ, നമ്മൾ ആ മുറിഞ്ഞ ഭാഗത്തെ ഫ്രഷ് വാട്ടർ കൊണ്ട് ക്ലീൻ ചെയ്യുക. ഡേർട്ടി വാട്ടർ ആയാലും എന്ത് സംഭവിക്കും, അതിലുള്ള ബാക്ടീരിയ ഒക്കെ ആൾക്ക് വേറെ ഇൻഫെക്ഷൻ ആക്കി മാറ്റും. അതുകൊണ്ടാണ് ക്ലീൻ വാട്ടർ ഉപയോഗിച്ചിട്ട് ആ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണേലും അതും കൊടുക്കാണ്ടിരിക്കുക അതിലും നല്ലത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രഷ് വാട്ടർ കൊണ്ട് ക്ലീൻ ചെയ്യുക കേട്ടോ. പ്രസ് ദ വൂണ്ട് വിത്ത് യുവർ ഹാൻഡ്, പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ കൈ കൊണ്ട് ആ മുറിവിനെ അമർത്തി പിടിക്കാം. പിന്നെ മുറിവ് പറ്റിയത് കൈക്കാണെങ്കിൽ എന്ത് സംഭവിക്കുക, ആ കൈ ഒന്ന് നമ്മൾ പൊക്കി പിടിക്കാൻ പറയാം. കാരണം നമ്മുടെ ഹാർട്ടിന്റെ ലെവലും വെച്ച് കൈ ഒന്ന് പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ ബ്ലീഡിങ് കുറച്ച് കുറഞ്ഞു കിട്ടും. പിന്നെ ബ്ലീഡിങ് ഉള്ള ഭാഗത്ത് എന്ത് ചെയ്യുക, തുണി വെച്ച് കൊടുക്കാം. ഒരു തുണി നമ്മൾ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടും ബ്ലീഡിങ് കാണുന്നുണ്ടെങ്കിൽ ആ തുണി എടുത്ത് മാറ്റരുത് കേട്ടോ, അതിന്റെ മുകളിൽ വേണം പിന്നത്തെ തുണി വെച്ച് കൊടുക്കാനായിട്ട്. അപ്പം ഇത്രയും പറഞ്ഞാൽ മതി. ഇഫ് ബ്ലീഡിങ് ഡസ് നോട്ട് സ്റ്റോപ്പ്, റാപ്പ് ദ വൂഡ് വിത്ത് ക്ലീൻ ക്ലോത്ത് ഓർ ബാൻഡേജ്, അല്ലെ, അയ്യോ മുറിവിനെ ഒരു ബാൻഡേജ് കൊണ്ട് അല്ലെങ്കിൽ തുണി കൊണ്ട് കെട്ടാം. എന്നിട്ട് പിന്നെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഗെറ്റ് മെഡിക്കൽ ഹെൽപ്പ് ക്വിക്ക്ലി. അടുത്തത് ട്രാൻസ്പ്ലാന്റ് ഹാർട്ട്. ഹാർട്ട് എങ്ങനെയാ മാറ്റി വെക്കുക, സിവിയർ ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാരിൽ എന്ത് പറയും, ഹാർട്ട് മാറ്റി വെക്കാതെ പിന്നീട് അവരെ ജീവൻ നിലനിർത്താൻ സാധിക്കില്ല. അപ്പൊ എങ്ങനെയുള്ള ഒരു ഹാർട്ട് എടുത്ത് വെക്കുക, ബ്രെയിൻ ഡെത്ത്, അല്ലെ, ഹാർട്ട് നമുക്ക് 2 എണ്ണം ഒന്നുമില്ല, ഒരെണ്ണം കൊടുത്താൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച, അല്ലെ, മരണപ്പെട്ട ഒരാളുടെ മാത്രമേ ഹാർട്ട് എടുക്കാൻ പറ്റുള്ളൂ. അത് എങ്ങനെയുള്ള ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ആളുടെ ഹാർട്ട് ആയിരിക്കും എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാം, ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, അല്ലെ, പേഷ്യന്റിന് വേണ്ടിയിട്ട്. പിന്നെ ഫസ്റ്റ് സക്സസ്ഫുൾ ആയിട്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തത് എവിടെയാണ്, ആരാണ്, ക്രിസ്റ്റ്യൻ ബെർണാഡ് ആണ്, ഇൻ 1967. അടുത്തത് നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ്. അതിൽ പ്രധാനപ്പെട്ടത് എന്താ, കിഡ്നിയും സ്വെറ്റ് ഗ്ലാൻഡ് ആണ്. കിഡ്നി എന്താണ്, കിഡ്നി ഒരു ബീൻ ഷേപ്ഡ് ആണ്.
കിഡ്നി എവിടെയാ ലൊക്കേറ്റ് ചെയ്തിരിക്കണേ? അബ്ഡോമിനൽ ക്യാവിറ്റി ഓൺ ഐദർ സൈഡ് ഓഫ് വെർട്ടിബ്രൽ കോളാണ്. ഇവിടെയും ആർട്ടറിയും വെയിനും ഉണ്ട്. കിഡ്നിയുടെ എന്തിനേയും നമ്മൾ റീനൽ എന്നുള്ളൊരു പേര് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ചിന്തിക്കണം, എന്താണ് അത് കിഡ്നിയെ സംബന്ധിക്കുന്നതാണെന്ന് മനസ്സിലാക്കണം. റീനൽ എന്നുള്ള ടേം കണ്ടു കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ റീനൽ ആർട്ടറി എന്ന് പറഞ്ഞാൽ എന്താ? കിഡ്നിയിലെ ആർട്ടറിയാണ് അല്ലെ. നമ്മ ഹാർട്ടിൽ ഒരു ആർട്ടറി പഠിച്ചു. അതെന്താ? ഓക്സിജൻ റിച്ച് ആയ ബ്ലഡ് ഹാർട്ടിൽ നിന്നും പുറത്തേക്ക് അല്ല ബോഡി പാർട്സിലേക്കാണ് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ ഈ ആർട്ടറി ചെയ്യുന്നത്? കിഡ്നിയിലേക്കാണ് ബ്ലഡ് കൊടുക്കുന്നത്. അത് എപ്പോഴും കൺഫ്യൂഷനായി മാറിപ്പോകുന്ന ഒരു കാര്യമാണ്. റീനൽ ആർട്ടറി എന്താ ചെയ്യുന്നത്? ബ്ലഡ് കിഡ്നിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് ചെയ്യുന്നത് കേട്ടോ. കിഡ്നിയിലേക്ക് ആരാ ബ്ലഡ് എത്തിച്ചു കൊടുക്കുന്നത്? റീനൽ ആർട്ടറിയാണ്. അപ്പൊ കിഡ്നിയിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത ബ്ലഡ് ആരാ കൊണ്ടുപോണേ? റീനൽ വെയിൻ ആണ് കേട്ടോ. റീനൽ ആർട്ടറിയിലും റീനൽ വെയിനിലും ഉള്ള ബ്ലഡുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കട്ടോ. അപ്പൊ എന്താണ്? റീനൽ വെയിനിൽ എന്തായിരിക്കും? കമ്പാരിറ്റീവ്ലി ലെസ് എമൗണ്ട് ഓഫ് യൂറിയ, ഗ്ലൂക്കോസ്, സാൾട്ട് ആൻഡ് അതർ കമ്പോണൻസ് അല്ലെ. നമ്മുടെ ഫിൽട്രേഷന് ശേഷമുള്ള ബ്ലഡാണ് റീനൽ വെയിനിൽ കൂടെ പോവാം. The waste product in the blood thus filtered by the kidney are eliminated through urine അല്ലെ. നമ്മുടെ ഫിൽറ്റർ ചെയ്തിട്ടുള്ള വേസ്റ്റ് പ്രൊഡക്റ്റ് ഒക്കെ എന്താ ചെയ്യുക? യൂറിനിലൂടെ പുറന്തള്ളും നമ്മുടെ ശരീരം. കിഡ്നി പ്ലേ an important role in maintaining the proper concentration of water and salt in the body. ഫംഗ്ഷൻ ചോദിച്ചാൽ ഈ ഒരു പോയിന്റ് എഴുതണം കേട്ടോ. ഒരു ഹെൽത്തി ആയ പേഴ്സൺ 1.5 ലിറ്റർ യൂറിൻ വരെ നമ്മൾ എന്ത് ചെയ്യും? പുറന്തള്ളപ്പെടും. വിച്ച് ബ്ലഡ് വെസൽസ് ക്യാരി ബ്ലഡ് ടു ദ കിഡ്നി? ഏത് ബ്ലഡ് വെസൽ ആ കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ട് കൊടുക്കുന്നത്? റീനൽ ആർട്ടറി അല്ലേ. അപ്പൊ വിച്ച് ബ്ലഡ് വെസൽസ് ക്യാരി ബ്ലഡ് ബാക്ക് ഫ്രം ദ കിഡ്നി? കിഡ്നിയിൽ നിന്നും ഫിൽട്ടർ ചെയ്ത ബ്ലഡ് ഏത് വഴിയാ പോകുന്നത്? റീനൽ വെയിൻ. അത് രണ്ടും തെറ്റരുത് കേട്ടോ. യൂറിൻ കളക്ട് ചെയ്യുന്നത് ഏതാ? യൂറിനറി ബ്ലാഡറിലാണ് യൂറിൻ കളക്ട് ചെയ്യപ്പെടുന്നത്. ഫിൽട്ടർ ചെയ്തിട്ടുള്ള ആ വേസ്റ്റ് പ്രൊഡക്റ്റ് അത് യൂറിൻ ഫോം, അതായത് യൂറിൻ ആണ് പറയാം അല്ലെ. പിന്നെ അത് ഏതിലൂടെയാണ് പോകുന്നത്? യൂറിത്ര വഴിയാണ് പോകുന്നത്. എന്നിട്ട് യൂറിനറി ബ്ലാഡറിലാണ് എന്ത് ചെയ്യുന്നത്? കളക്ട് ചെയ്യപ്പെടുന്നത്. ക്ലിയർ ആയില്ലേ? പിന്നെ നമ്മുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കണ എപ്പോഴാ? 2 കിഡ്നിയും ഫംഗ്ഷൻ ആവാതിരിക്കുക. 2 കിഡ്നിയും പ്രവർത്തനരഹിതമാവണം. ഒരു കിഡ്നി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും. മനസ്സിലായില്ലേ? 2 കിഡ്നിയും പ്രവർത്തിക്കാതാവുമ്പോഴാണ് എന്ത് ചെയ്യുക? നമ്മൾ ഡയാലിസിസ് ഒക്കെ ചെയ്യാം. പിന്നെ എന്ത് ചെയ്യുക? ഡയാലിസിസ് കുറെ കാലം ചെയ്യാൻ പറ്റുമോ? അപ്പൊ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഡയാലിസിസ്. ഡോക്ടേഴ്സ് എന്ത് പറയും? 2 കിഡ്നി പ്രവർത്തനരഹിതമാവുമ്പോൾ കിഡ്നി മാറ്റി വെക്കാൻ പറയും. അപ്പൊ നമ്മുടെ പാരൻസിന്റെയോ നമ്മുടെ സിബ്ലിങ്സിന്റെയോ ഒക്കെ നമുക്ക് കിഡ്നി സ്വീകരിക്കാൻ പറ്റും. കാരണം എന്താ? ഒരു കിഡ്നി ഉണ്ടെങ്കിൽ പോലും ഒരാൾക്ക് ജീവിക്കാൻ പറ്റും. അപ്പം നമുക്ക് നമ്മുടെ പാരൻസിൻ്റെയോ മറ്റുള്ളവരുടെ ഒരു കിഡ്നി അവർ തരുമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം അല്ലേ, ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പഠിച്ചു കിഡ്നിയും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ്. നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ്. നമ്മുടെ വേസ്റ്റ് പ്രൊഡക്റ്റ് ഒക്കെ പുറന്തള്ളതാണ് കിഡ്നിയുടെ പ്രധാന ഫംഗ്ഷൻ. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലേ, സാൾട്ടും വെള്ളവും തമ്മിലുള്ള കോൺസെൻട്രേഷൻ അത് മെയിൻറ്റെയിൻ ചെയ്യലൊക്കെയാണ്. ഇതിനെ കിഡ്നിയെ നമ്മൾ ഹെൽത്തിയായി സൂക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യണം? സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും ഒക്കെ ഒഴിവാക്കണം. പിന്നെ നമ്മൾ എന്താണ്, ഒരു ദിവസം 12 ഗ്ലാസ് എങ്കിലും വെള്ളം ഒരു ദിവസം കുടിക്കണം. എക്സസൈസ് ചെയ്യണം. അതുപോലെ ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ് അതൊക്കെ നമ്മൾ ഡെയിലി കുടിക്കുന്നതൊക്കെ ഒഴിവാക്കാം. മനസ്സിലായോ? പിന്നെ റെഡ്യൂസ് എക്സസ് യൂസ് ഓഫ് സാൾട്ട്. അടുത്തൊരു എക്സ്ക്രീറ്ററി ഓർഗനാണ് എന്ത്? സെറ്റ് ഗ്ലാൻഡ് എവിടെയായിരിക്കണേ? നമ്മുടെ സ്കിന്നിലാണല്ലേ. പിന്നെ ഇതെന്തെയും എക്സസ് വാട്ടർ ആൻഡ് സാൾട്ട് ഇൻ ദ ബോഡി ആർ എലിമിനേറ്റഡ് ത്രൂ സ്വെറ്റ് അല്ലെ. നമ്മുടെ ശരീരത്തിലെ അമിതമായ വെള്ളവും സാൾട്ടും പുറന്തള്ളും എന്തിൽ കൂടെ? സ്വെറ്റിൽ കൂടെ. സ്വെറ്റ് ഗ്ലാൻഡ് നമ്മളുടെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മളെ എന്തിനു സഹായിക്കുന്നു എന്നുള്ളത് ചോദിക്കും. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനാണ് സ്വെറ്റ് ഗ്ലാൻഡ് സഹായിക്കുക. അത് ചോദിക്കാറുണ്ട് കേട്ടോ. ബോഡി ടെമ്പറേച്ചർ റെഗുലേഷന് സഹായിക്കുന്നത് എന്താ? സ്വെറ്റ് ഗ്ലാൻഡ് ആണ്. സ്വെറ്റിങ്ങിലൂടെയാണ് നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ്. അടുത്തത് നെർവസ് സിസ്റ്റം ആണ്. നെർവസ് സിസ്റ്റം കമ്പോസ്ഡ് ഓഫ് ദി ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. ഏതൊക്കെ തമ്മിൽ? ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ് ഒക്കെ കൂടി ചേർന്നിട്ടാണ് എന്തുള്ളത്? നെർവസ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ബ്രെയിൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർഗൻ ഓഫ് ദ ബോഡി അല്ലെ. നമ്മുടെ തലച്ചോറ് അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് എന്ത്? സ്കൾ. ഇൻസൈഡ് ദ സ്കൾ. പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ. സ്കെലിറ്റൽ ആണ്. ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കും, നെയിം ദ ബോണി കവറിംഗ് ദാറ്റ് പ്രൊട്ടക്ട് ദ ബ്രെയിൻ. എന്താ? സ്കൾ. ബ്രെയിൻ്റെ ഫംഗ്ഷൻ എന്താണ്? കൺട്രോൾ മൂവ്മെന്റ്സ് ഓഫ് ദ വേരിയസ് മസിൽസ് അല്ലെ ഓഫ് ദ ബോഡി. കൺട്രോൾ മൂവ്മെന്റ്സ് ഓഫ് വേരിയസ് മസിൽസ് ഓഫ് ദ ബോഡി, കോർഡിനേറ്റ് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ദ ബോഡി ആൻഡ് ഗിവ്സ് ഇൻസ്ട്രക്ഷൻ ടു ദ സെന്റർ ഓഫ് വിഷൻ, ഹിയറിംഗ്, മെമ്മറി, ഇന്റലിജൻസ് ആൻഡ് ഇമാജിനേഷൻ അല്ലെ. തലച്ചോറിലാണ്, തലയിലാണ്, ബ്രെയിനിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഇതിന്റെ ഫംഗ്ഷനും ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു വയ്ക്കണം കേട്ടോ, മറക്കാതെ പഠിച്ചു വയ്ക്കണേ.
പോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് എന്ത് ലിവറാണ് ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്ലാൻഡാണ് എന്ത് ലിവർ. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യും, അത് നശിപ്പിച്ച് കളയും. അതുപോലെ ഫാറ്റ് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ബൈല് പിത്തരസം ആരാ ഉൽപ്പാദിപ്പിക്കുന്നത്, ലിവറാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ ന്യൂട്രിയൻസ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അമോണിയ എന്നുള്ളത് ഉണ്ടാവും. അത് നമ്മുടെ ശരീരത്തിന് വളരെ ഹാംഫുൾ ആയിട്ടുള്ളതാണ്. അതിൻ്റെയും അപ്പം തന്നെ ഈ അമോണിയയെ കൺവേർട്ട് ചെയ്തിട്ട് യൂറിയ ആക്കുന്നത് ആരാണ്, ലിവറാണ്. അപ്പോൾ യൂറിയ ഹാംഫുൾ അല്ലേന്ന് വെച്ചാൽ ആണ്, പക്ഷെ അമോണിയയുടെ അത്രയ്ക്കും ഹാംഫുൾ അല്ല. യൂറിയ ഹാംഫുൾ ആണ്. അത് കിഡ്നി മുഖേന നമ്മൾ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കളയും അല്ലേ. അഡോളസൻസ് അഥവാ കൗമാരം എപ്പോഴാണ് തുടങ്ങുക, 10 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അഡോളസൻസ് എന്ന് പറയുക. ഈ ടൈമിൽ നമ്മുടെ ഗ്രോത്ത് എന്തായിരിക്കും, റാപ്പിഡ് ആയിരിക്കും. ആൺകുട്ടികളിലായാലും പെൺകുട്ടികളിലായാലും എന്തായിരിക്കും, റാപ്പിഡ് ഗ്രോത്ത് ആയിരിക്കും. പിന്നെ നമ്മൾ ഹെയർ ഗ്രോത്ത് അല്ലെ, നമ്മുടെ അണ്ടർ ആംസിലൊക്കെ ഹെയർ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ദ ഗ്രോത്ത് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. പിന്നെ ആൺകുട്ടികളിൽ എന്താണ്, സ്പേം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. പെൺകുട്ടിയിലോ മെൻസ്ട്രേഷൻ സൈക്കിൾ അല്ലെ, ഓവം മെച്ചുറാവും, ഓവുലേഷൻ ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പോൾ എന്താണ്, മെൻസ്ട്രേഷൻ സൈക്കിളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ചൈൽഡ് ഹെൽപ്പ് ലൈനിൻ്റെ നമ്പർ എത്രയാണ്, 1098. അതൊക്കെ ഓർത്ത് വയ്ക്കുക. നമ്മൾ സെക്ഷൽ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ ലൈംഗിക ചൊവ്വയോടെ നോക്കുകയോ സംസാരിക്കുകയോ പിക്ചർ കാണിക്കുകയോ അല്ലെങ്കിൽ ആംഗ്യം കാണിക്കുകയോ വായുകൊണ്ട് ആക്ഷൻ കാണിക്കുകയോ അങ്ങനെ എന്ത് ചെയ്താലും എന്താണ്, നമ്മൾ സെക്ഷൽ ഹറാസ്മെൻറ്റിൽ പെടുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഏതെങ്കിലും ഒരു ഭാഗത്തെക്കുറിച്ച് മനസ്സിലാവാതിരിക്കുകയോ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെന്ന് തോന്നുന്ന ഭാഗം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും.